ഫുഡ് കഴിക്കാനാണോ ഇവർ വേളാങ്കണ്ണി പോയെന്നുള്ള ചോദ്യം ഞാൻ നിരോധിച്ചിരിക്കുന്നു. കാരണം പോയ സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. സോ ഞങ്ങൾ ആദ്യമേ അവിടെ ഉച്ചയ്ക്ക് എത്തി, ഒന്ന് ഫ്രഷായി ലഞ്ച് കഴിക്കാനാണ് പോയത്. ആൻഡ് ഫുഡൊക്കെ നല്ലതായിരുന്നു. പക്ഷേ അവരുടെ സ്പൈസ് ലെവൽ ഭയങ്കര അൺസഹിക്കബിളാണ്. നമുക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. കണ്ണിൽ നിന്ന് തേനീച്ച പാറിപ്പറന്ന് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു ലേറ്റ് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി. ഇതിന് മുന്നേ കുറേ പ്രാവശ്യം വേളാങ്കണ്ണി പോയിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് അവരുടെ സീ ഫുഡ് ട്രൈ ചെയ്യണത്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഇറ്റ് വാസ് ടു ഗുഡ്. അതായത് ഭയങ്കര ടേസ്റ്റും ഭയങ്കര ഫ്രഷുമായിട്ടുള്ളൊരു സാധനം കഴിക്കുമ്പോൾ ആ ഒരു ഫീൽ ഡിഫറെൻറ്റ് തന്നെയാണ്. അതിനുശേഷം ഞങ്ങൾ രാത്രി ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ദോശ, മസാല ദോശ, ഇഡ്ഡലിയൊക്കെ ആയിട്ട് ഓരോരുത്തർ ഓരോന്ന് ഓർഡർ ചെയ്തു. യൂഷ്വലി വേളാങ്കണ്ണി പോകുമ്പോൾ നമുക്ക് ഫുഡിന് കുറച്ച് പ്രശ്നം വരാറുണ്ട്. പക്ഷേ ദിസ് ട്രിപ്പ് ഫുഡിൽ ഞങ്ങൾ ടോട്ടലി ബ്ലെസ്ഡ് ആയിരുന്നു, എക്സെപ്റ്റ് ആ ഒരു എരിവ് പാർട്ട് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ഹോട്ടലിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരു സദ്യക്കുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കുറച്ച് കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞങ്ങൾക്ക് ടു മച്ചായിരുന്നു. അങ്ങനെ ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കുറച്ച് പള്ളിയിലൊക്കെ പോയി നടന്നൊക്കെ വന്ന് ഒന്ന് സെറ്റിലായതിനു ശേഷം എരിവില്ലാത്ത എന്ത് കഴിക്കാം എന്നാലോചിച്ച് നടന്ന് ഞാൻ ഒരു ഫ്രൈഡ് റൈസിലാണ് വന്നെത്തിയത്. ആൻഡ് ഒട്ടും എരിവുണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം അവിടുത്തെ ആൾക്കാർക്ക് എരിവില്ലാണ്ട് പറ്റൂല ഗൈസ്. നമ്മളെപ്പോലെയല്ല, അറ്റ്ലീസ്റ്റ് എന്നെ പോലെയല്ല. അങ്ങനെ അന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോന്നു. ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ തിക്കും തിരക്കും ബഹളവും ഒന്നും ഇല്ലാണ്ട് സമാധാനത്തിൽ എല്ലാ പള്ളിയും വിസിറ്റ് ചെയ്ത് ഉള്ള ഒരു നല്ലൊരു ട്രിപ്പായിരുന്നു. സോ ദാറ്റ് വാസ് ഓൾ അബൌട്ട് ദ വേളാങ്കണ്ണി ട്രിപ്പ്. ബൈ ബൈ.